അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആത്മീയ ലോകത്ത് ആത്മീയത അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അർഹതപ്പെടാത്തത് അവകാശപ്പെട്ടുകൊണ്ട് ആളുകൾ രംഗത്ത് വരിക എന്നുള്ളത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം നമുക്കൊന്ന് കാണാം. പാട്ട് ഒന്ന് കേൾക്കാം. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. ആദ്യമേ പറയട്ടെ, ഇത്തരം പാട്ടുകള്, വരികള്, പ്രയോഗങ്ങൾ ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചതോ നാക്കുപിഴയോ അല്ലാതെ 100% ഉറപ്പാണ്. എന്തുകൊണ്ട് ഇത്തരം പാട്ടുകളൊക്കെ അത് നേരത്തെ എഴുതി തയ്യാറാക്കി വരിയൊക്കെ ഒപ്പിച്ച് അതിന്റെ പ്രാസവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി റെഡിയാക്കിയതിന് ശേഷമാണല്ലോ ഇത് വേദിയിലെത്തുന്നത്, ജനങ്ങളുടെ മുന്നിലെത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ന്യായമായും ഒരു സംശയം കൂടിയുണ്ട്. ഇവരൊക്കെ ഇത്തരം ഈ വേഷധാരികൾ, ഈ സൂഫി ഗീതമെന്നും സൂഫികളെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ വേഷധാരികള് ആരിൽ നിന്നോ അച്ചാരം വാങ്ങി പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് കരിവാരത്തേക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ അറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതും ഒരു ആവശ്യമാണെന്ന് പറയാതെ വയ്യ. ഈ പാട്ടുകാരന് ആരാണ് എവിടെ ഉള്ളതാണ് എന്നൊന്നും എനിക്കറിയില്ല. ഇതുപോലെ കുറെ പാട്ട് മസ്താന്മാരുണ്ട് നമുക്കിടയിൽ, വലിയ കോജാക്കളായിട്ട് ചമഞ്ഞ് ഇതുപോലത്തെ വളരെ പൊട്ടത്തരം പറയുന്ന, മുർത്തദ്ദായി പോകുന്ന വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന ആളുകൾ. നമുക്കറിയില്ലേ, സ്വഹാബത്ത് എന്ന് പറഞ്ഞാല് മുല്ലദീന തലഖുൽ ഇസ്ലാമിനെ ആദ്യമായി കണ്ടുമുട്ടിയതും അതിനുവേണ്ടി അങ്ങേയറ്റം ത്യാഗം സഹിച്ചവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് മതം പഠിച്ചവരും അറിഞ്ഞവരുമാണല്ലോ മഹാന്മാരായ സ്വഹാബത്ത്. ഒരു വലിയ എത്രയൊക്കെ ഉയർന്നാലും ആ സ്വഹാബത്തിന്റെ ചെറിയ ഒരു സാധാരണക്കാരനായ സ്വഹാബത്തിന്റെ അവിടേക്ക് പോലും എത്തുകയില്ല എന്നാണല്ലോ നമുക്ക് പഠിച്ചിട്ടുള്ളതും അങ്ങനെയാണല്ലോ ഉള്ളതും. എന്നാൽ മഹാന്മാരായ ബദരീങ്ങളാകുമ്പോഴോ സഹാബക്കളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പദവികളുള്ള ആളുകളാണല്ലോ മഹാന്മാരായ ബദരീങ്ങള്. ആ ബദരീങ്ങളൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഇത് പറയുമ്പോ അലിക്കെതിരാണെന്നോ ഔലിയാക്കൾക്കെതിരാണെന്നോ നവവഹാബികളാണെന്നോ നവജമാഅത്താണെന്നോ പരിഹസിച്ചത് കൊണ്ടോ അതിനൊച്ചിമുണ്ടാക്കിക്കൊണ്ടോ ഒരു കാര്യമല്ല. ഇത് പറയേണ്ടത് പറയുക തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത്തരം പുഴുക്കുത്തുകള് ഇസ്ലാമിന്റെ പേരില് സൂഫിസത്തിന്റെ പേരിലൊക്കെ രംഗത്ത് വരുമ്പോ ഏറ്റവും തട്ടിപ്പ് നടക്കുന്ന ചില മേഖലകളാണല്ലോ അതൊക്കെ. അപ്പോ ആ ആളുകളൊക്കെ രംഗത്ത് വരുമ്പോ സ്വാഭാവികമായും ആ പാട്ടിലൊക്കെ ചിലപ്പോൾ മഴങ്ങി പോകാനും അതല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലൊക്കെ പേരില് ആരാണോ ഇതിനെ എതിർക്കുന്നത് ആ എതിർക്കുന്നവരുടെ എതിർപക്ഷത്ത് നിൽക്കുക എന്ന ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് അതാണല്ലോ. ഒരു ടീം വേറൊരു ടീമിനെ എതിർക്കുമ്പോൾ ആ ടീം നമ്മുടെ ശത്രുവാണോ നോക്കുക, എന്നാൽ ഇവർ പറയുന്നത് എന്താണ്, അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും നോക്കൂല, അവർക്ക് എതിര് നിൽക്കുക എന്നുള്ളതാണ്. അതാണല്ലോ പുതിയൊരു കാഴ്ചപ്പാടുള്ളത്. മഹാനരായ അഹമ്മദ് കോയ ഷാലിയാത്തി, അബു സഅദ് അഹമ്മദ് കോയ ഷാലിയാത്തി അവിടുത്തെ ബദരിയത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അല്ല പറഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളുന്നാണ്. ചരിത്രമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ദീർഘമായിട്ട് പറയാനുണ്ട്. അവർ ചെറിയ സ്വഹാബിയുടെ പോലും ആ ഒരു പദവിയിലേക്ക്, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള ബന്ധത്തിന്റെ ഒരു മഹത്വമാണത്. അല്ലാതെ ഔലിയാക്കൾ മോശക്കാരായതുകൊണ്ടോ അവർ ചെറുതാക്കുകയോ അല്ല, എത്തുകയില്ല എന്നാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സ്വഹാബത്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പരമോന്നത പദവിയിലിരിക്കുന്ന സ്വഹാബത്ത്, ആ 313 സ്വഹാബത്തുകൾക്കൊക്കെ പകരം ഞാനൊരാൾ മതിയെന്ന് CM അരുത് എവിടെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് കുഫ്രി വാദങ്ങളും അല്ലെങ്കിൽ മുർത്തദ്ദായി പോകുന്ന പ്രയോഗങ്ങളും ഒക്കെ ആയി സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനിയും കുറെ പാട്ട് മസ്തമാര് നമുക്കിടയിലുണ്ട്. പാതിരാത്രി ഒരാളുടെ മുന്നിലിരുന്ന് അയാളെ മുഖത്ത് നോക്കി തന്നെ അയാളെ മതം പറഞ്ഞ് പാട്ട് കൊട്ടുമൊക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം പോലെ അവരൊക്കെ രംഗത്ത് കൊണ്ടുവരണം. അല്ലാഹു ഇത്തരം വിപത്തുകളിൽ നിന്ന് സമുദായത്തെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.